ബൺ മസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ച ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. താൻ എന്ത് പാടോ ഈ പറയുന്നേ? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഒരു കിലോ അത്യാവശ്യം വില കുറഞ്ഞ ബട്ടർ 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺ മസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയന്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വിലക്ക് അതൊക്കെ വിൽക്കാൻ പറ്റുക? നിനക്കും പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അവന്റെ ഒരു ഫുൾ സ്ലീവ് ഷർട്ടും ജീൻസും ആരുടെ മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. ഇതാണ് സത്യം. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പൊ നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഈ കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. അത് മാർജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ്. എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ആ ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസ് സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോ ക്വാളിറ്റി കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നെ തോന്നി. എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇത്തി കണ്ടപ്പാ. അപ്പോ അതും ആ ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ? ഇതാണ് ഞങ്ങളുടെ കഥ. ഞങ്ങളുടെ പൺമസ്ക കഴിക്കും, ഇത്ര പ്രശ്നമൊന്നുമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ക്വാളിറ്റി 100% ആണ്. മനസ്സാക്ഷിയില്ല, പിള്ളേർക്ക് സേഫ് ആണെന്ന് അങ്ങനെ തന്നെ പറയാം. ഞങ്ങള് റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇത് ബട്ടറാണ്, നിങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒന്ന് കഴിച്ചോളൂ. ചോദിച്ചപ്പോ തന്നെ തന്നു. ചീഞ്ഞോളൂ, നാർന്നതിന് പൊക്കോ. തൽക്കാലം ഇത്രയും മതി.